എൻ്റെ മുട്ട കൊണ്ടുള്ള ബജ്ജി ശരിയായി. കുറച്ച് ദിവസമായിട്ട് 2 മുട്ട വിഴുന്ന് എന്നെ ഒന്നും ചെയ്യുന്നില്ലേ എന്ന് പറയും. മുട്ട പൊരിച്ച് കൂട്ടാനുള്ള താല്പര്യമൊക്കെ ഇപ്പം ഇല്ല. പിന്നെ ചോറിനും മുട്ട വേണ്ട, വരുന്ന ഗസ്റ്റുകൾക്കൊന്നും മുട്ട വേണ്ട. അപ്പം ഞാൻ ഓർത്തു ഇവനെ ഇന്ന് എന്തെങ്കിലും ചെയ്ത് സമാധാനം ഉണ്ടാവുള്ളൂ. ഇങ്ങനെ ചോദ്യമാണ്, എന്നെ ഒന്നും ചെയ്യുന്നില്ല, ഫ്രിഡ്ജിലോട്ട് ചെല്ലുമ്പോൾ ഞങ്ങളെ ഒന്നും ചെയ്യുന്നില്ലേ, ഞങ്ങളെ ആർക്കും വേണ്ടേ. അപ്പം ഞാൻ അതിനൊരു വഴി കണ്ടെത്തി. ഈ മുട്ട പുഴുങ്ങി കേട്ടോ, പുഴുങ്ങിയെടുത്ത് അതൊഴിക്കും. അതിന് ഞാൻ ഇച്ചിരി പൊടിയായിട്ട് സവോള അരിഞ്ഞ്, ഒരു പച്ചമുളക് അരിഞ്ഞു, ശകല ഇഞ്ചി അരിഞ്ഞു, ഇച്ചിരി വെളുത്തുള്ളി അരിഞ്ഞു. ഇനി ഇവരെ എണ്ണക്കകത്തുനിന്ന് വഴറ്റിട്ട് ഇതൊരു ചെയ്യണമല്ലോ, നമ്മളതാണ് കളി, ഇതൊക്കെ നമുക്കറിയാം. അപ്പം ഇതെങ്ങനെയൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതാണിത്. ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതാണ്. ഒരെണ്ണം ഒരെണ്ണം പുഴുങ്ങി അത് നല്ല ഇതായിട്ട് പൊടിച്ചു. അതിപ്പോൾ ഈ സവോളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം വഴന്നു പിന്നെ തൊട്ട് ഇത് ഇടുവാണേ. നല്ലപോലെ പൊടിച്ച ഉരുളക്കിഴങ്ങ് കേട്ടോ. ഒക്കെ എല്ലാവർക്കും അറിയാമല്ലോ. ഇനിയിപ്പോൾ ഉരുളക്കിഴങ്ങ് ഇല്ല, അയ്യോ അതുകൊണ്ട് മുട്ട ബജ്ജി ഉണ്ടാക്കാൻ പറ്റത്തില്ല എന്ന് വിചാരിക്കില്ലേ. കപ്പ പുഴുങ്ങിയതല്ലേ, നല്ലപോലെ ഇതുപോലെ കപ്പ പുഴുങ്ങിയത് കുഴച്ചിട്ട് അതാണെങ്കിലും ചേർക്കാം. അപ്പോൾ ഇനി ഇത് നല്ലപോലെ മിക്സാക്കി ഇതിനി തണുക്കണം. അപ്പോൾ ഇതൊന്ന് തണുത്ത് വരട്ടെ. അപ്പോഴത്തേന് ബാക്കി പരിപാടികൾ നമുക്ക് ഒപ്പിച്ച് വെക്കാം. ഞാൻ 2 മുട്ട പുഴുങ്ങിയതെടുത്തേ. അതിൻ്റെ പുറത്തൂടെ കത്തി കൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് വരയണേ. 2 മുട്ടയ്ക്കും ഇങ്ങനെ വരഞ്ഞിട്ട് നമുക്ക് പച്ച ഈർക്കിലി ഉണ്ടെങ്കിൽ പച്ച ഈർക്കിലി, അല്ലെങ്കിൽ ഐസ്ക്രീമിൻ്റെ ഈ കമ്പ് സ്റ്റിക്ക് ഉണ്ടല്ലോ അത് ഒന്ന് കുത്തുക. ഈ മുട്ട പുഴുങ്ങിയതിൽ സ്റ്റിക്ക് നമ്മൾ ഒട്ടിച്ചല്ലോ. ഇനി ഒരു ശകലം മുളക് പൊടി, ഒരു ശകലം ഉപ്പും കൂടെ ഈ വരഞ്ഞ് കീറിയ ഭാഗത്തോട്ടൊന്ന് തേക്കുക. നിർബന്ധമില്ല, എരിവ് വേണമെന്നുള്ളവർക്ക് മതി, പിള്ളേർക്കൊക്കെ ആണെങ്കിൽ വേണ്ട. ഇനി മുളക് പൊടിയല്ല, കുരുമുളക് പൊടിയാണെങ്കിലും തേച്ചാൽ മതി. അപ്പോൾ ഇതെങ്ങനെ ഇരിക്കട്ടെ. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് പൊടി ആ സവോളയ്ക്കകത്ത് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം പിന്നെ വഴറ്റിയതിനകത്തോട്ട് ആ ഉരുളക്കിഴങ്ങ് പൊടി നല്ലപോലെ ഇട്ട് യോജിപ്പിച്ചു. അപ്പോൾ ഈ മുട്ടയ്ക്ക് തേക്കാൻ ബാക്കി വന്ന മുളകുണ്ടല്ലോ അത് വേണമെങ്കിൽ ഇതിനകത്ത് നമുക്ക് ചേർക്കാം. ഇനിയിപ്പോൾ നമ്മളിങ്ങനെ കയ്യിൽ ഉരുട്ടുമ്പോൾ ലൂസായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ബ്രെഡ് പൊടിച്ച് വെച്ചിട്ടുണ്ട്, റസ്ക് അത് ശകലം ഇതിനകത്ത് ഇടും. അപ്പോൾ ഒരു ശകലം കൂടെ നമുക്കിതിന് മുറുക്കം കിട്ടും. ഇട്ടിട്ട് ഇതും കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് കുഴക്കട്ടെ. അപ്പോൾ നമ്മൾ ആ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതില്ലേ അതിങ്ങനെ ഒരു ഉരുള ഇങ്ങനെ കയ്യിലെടുത്ത് ശകല എണ്ണമയും കൈ തൂത്തിട്ട് വേണേ. എന്നിട്ട് ഇങ്ങനെ കയ്യിലെടുത്തത് ഇങ്ങനെ അട പോലെ ഇങ്ങനെ പരത്തണം. ഇങ്ങനെ പരത്തിയിട്ട് നമ്മൾ ഈ മുട്ട പുഴുങ്ങിയത് ഇതിനകത്ത് വെക്കണം. ഇതിനകത്ത് വെച്ചിട്ട് ഇതിങ്ങനെ കവർ ചെയ്യണം. ഇങ്ങനെ കവർ ചെയ്തിട്ട് ഒരു മുട്ട വേറെ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്, അതിനകത്തോട്ട് ഇതൊന്ന് മുക്കണം. മുക്കി കഴിഞ്ഞിട്ട് നമ്മൾ റസ്ക് പൊടിച്ച് വെച്ചിട്ടുണ്ട്, റസ്കിൻ്റെ പൊടി അതിനകത്തൊന്ന് മുക്കുക. സാധാരണ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന പോലെ തന്നെ. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ പിള്ളേർക്ക് തിന്നാൻ ഇഷ്ടപ്പെടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സ്നാക്സ് കാണിച്ചത്. ഇനി ചൂടായ എണ്ണക്കകത്തോട്ട് ഇടുക. അധികം എണ്ണയൊന്നും വേണ്ട, ശകല എണ്ണ ഒഴിച്ചാൽ മതി. പാലപ്പച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. അപ്പം ഞാനത് തയ്യാറാക്കി വെക്കാം. എൻ്റെ മുട്ട ബജ്ജി റെഡിയായി. ഇതിനകത്ത് മല്ലിയില ചേർക്കേണ്ടവർക്ക് ചേർക്കാം, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഇതൊന്നും ചേർത്തില്ല. മുളക് പൊടിക്ക് പകരം കുരുമുളക് പൊടി ചേർക്കാം, അതൊന്നും ചേർത്തില്ല. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുഴച്ചെടുത്ത ഉരുളക്കിഴങ്ങ് സവോള ഉള്ളി ഇത് വഴറ്റിയത് എല്ലാം ബാക്കി ഇത്രയും മിച്ചമുണ്ട്. ഇനി 2 പപ്സ് ഉണ്ടാക്കാനും കൂടെ ഉള്ളതുണ്ട്, ഈ ബജ്ജി ഉണ്ടാക്കാനുള്ള മിച്ചമുണ്ട്. അപ്പോൾ ഇത് കളയുമൊന്നും വേണ്ട. ഇതൊരു പാത്രത്തിൽ പ്ലാസ്റ്റിക് ഡപ്പയിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ നമുക്ക് ഉടൻ തന്നെ ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കാം, ബീഫ് കട്ട്ലേറ്റ് ഉണ്ടാക്കാം. വേറെ എന്തെങ്കിലും കട്ട്ലേറ്റിനൊക്കെ അത് ഉപയോഗിക്കാം, അത് കളയില്ല. അത്രയും വേസ്റ്റ് വന്നല്ലോ ഓർത്ത് അതിപ്പോൾ ഞാൻ സൂക്ഷിച്ച് വെക്കും. അടുത്ത ദിവസം ചിക്കൻ കട്ട്ലേറ്റുമായിട്ട് വരാം. ഓക്കെ, എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, എന്നിട്ട് കമൻറ്റും പറയണം കേട്ടോ. ഓക്കെ, ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.